ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം എന്നൊക്കെ പറയുമ്പോൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, നോമ്പ് കൃത്യമായി നിർവഹിക്കുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, ഖുർആൻ പാരായണം ഡെയിലി നടത്തുക എന്നത് മാത്രമാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിച്ചു പോകരുത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മുസ്ലിം ആവുക, ദീനിയാവുക, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് കൃത്യമായി നിസ്കരിക്കണം, കൃത്യമായി നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, ഖുർആൻ പാരായണം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ചെറിയ കാര്യങ്ങളല്ല, ഇത് വലിയ കാര്യങ്ങൾ തന്നെയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ഒരു കുറേ മാനവികമായ മൂല്യങ്ങളുണ്ട്. എന്താണത്? സത്യസന്ധത, വിശ്വസ്തത, നീതിബോധം, കാരുണ്യം, വിട്ടുവീഴ്ച, ത്യാഗമനസ്ഥിതി, സാമ്പത്തിക സൂക്ഷ്മത, സാമ്പത്തിക വിശുദ്ധി, സദാചാര വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ. ഇതൊക്കെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കുറേ മൂല്യങ്ങളാണ്, മാനവിക മൂല്യങ്ങളും നന്മകളുമാണ്. ഇത് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം, ശ്രമിക്കണം. ഇതാണ് നമ്മൾ പ്രതിനിധാനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്.